ഹലോ, നമസ്കാരം. എല്ലാവർക്കും ആത്മ ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. LDC 2024 നിങ്ങളുടെ സാധ്യതകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 2023 അവസാനം നവംബർ മാസം അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞു. ഇതുവരെ ഏതാണ്ട് 7 ലക്ഷത്തോളം പേർ അപേക്ഷകൾ അയച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അനൗദ്യോഗിക കണക്ക്. കഴിഞ്ഞ വർഷം 17,58,338 പേരാണ് അപേക്ഷകൾ അയച്ചത്. ഇപ്രാവശ്യം ഏതാണ്ട് 18 ലക്ഷത്തോളം അപേക്ഷകർ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2024 ജനുവരി 3 രാത്രി 12 മണി വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രിലിംസ്, മെയിൻസ് എന്ന രീതിയിലുള്ള ഒരു വലിയ തലവേദന ഒഴിവായി കിട്ടിയിരിക്കുന്നു. അതും അതിൻ്റെ മാർക്ക് സമീകരണവും അത് കഴിഞ്ഞ് ഒരേ ലിസ്റ്റിൽ ഒരേ ആളുകൾ തന്നെ പല ലിസ്റ്റുകളിലും വരിക എന്നുള്ള സാഹചര്യമൊക്കെ ഏതാണ്ട് ഒഴിവായതായിട്ട് പറയാം. സ്വാഭാവികമായി ചിലരെങ്കിലും എല്ലാ ലിസ്റ്റുകളും പെടുമെന്നുള്ളത് ശരിയാണെങ്കിലും ഒരേ പ്രിലിംസ് എക്സാം ജയിച്ച് എല്ലാ ലിസ്റ്റുകളിലും മെയിൻ എക്സാമിന് യോഗ്യത നേടി ഒരേ ആളുകൾ തന്നെ പല ലിസ്റ്റുകളിലും വന്ന് NJD ആയി കുറേ തസ്തികകൾ ആളില്ലാതെ വരുന്ന സ്ഥിതിവിശേഷം ഏതാണ്ട് അവസാനിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി നമുക്ക് ഈ വരുന്ന LDCയിലെ നിങ്ങളുടെ സാധ്യതകളെക്കുറിച്ച് പറയാം. ബുദ്ധിപരമായ ചില നീക്കങ്ങളിലൂടെ ആകണം പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക എന്ന് പറഞ്ഞാൽ സിലബസിനനുസരിച്ച് നിങ്ങൾ പഠിക്കുകയും പരീക്ഷ എഴുതുകയും മാത്രമല്ല, LDCക്ക് അപേക്ഷ അയക്കുന്നത് മുതൽ നിങ്ങളുടെ ബുദ്ധിപരമായ തിരഞ്ഞെടുപ്പുകൾ ആരംഭിക്കുകയാണ്. ഏത് ജില്ലയിലേക്ക് അയക്കണം, എത്ര കട്ട് ഓഫ് വരുന്നുണ്ട്, എത്രത്തോളം ആളുകളെ ആ ജില്ലകൾ എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏറ്റവും കൂടുതൽ അപേക്ഷാർത്ഥികൾ ഉള്ള ജില്ല ആയിക്കൊള്ളണമെന്നില്ല. ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് മാർക്ക് വരുന്നതോ അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന കട്ട് ഓഫ് മാർക്ക് വരുന്നതോ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിയമനം ലഭിക്കുന്നതോ ആയിട്ടുള്ള ജില്ല. ഓരോ ജില്ലകൾക്കും ഓരോ സവിശേഷതകളുണ്ട്. ചില ജില്ലകളിൽ വളരെയധികം അപേക്ഷകർ ഉണ്ടാവാറുണ്ട്, ചിലയിടത്ത് വളരെ കുറവാണ് ഉണ്ടാവാറ്. മാത്രമല്ല ഓരോ LD ക്ലർക്ക് പരീക്ഷകൾ കഴിയും തോറും ജോലിക്ക് എടുക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഗവൺമെൻറ് സർവീസിൽ നിന്ന് ആളുകൾ പിരിഞ്ഞു പോരുന്നതിനനുസരിച്ച് ആനുപാതികമായി പുതിയ ആളുകളെ ജോലിക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്നൊരു സത്യം കൂടി നിലനിൽക്കുന്നു. 2013, 16, 19 വർഷങ്ങളിലെ LD ക്ലർക്ക് പരീക്ഷകൾക്ക് അപേക്ഷ അയച്ചവരുടെയും അവരെ കട്ട് ഓഫ് മാർക്കിൻ്റെയും ഉള്ളൊരു വിശകലനമാണ് ഈ വീഡിയോയിൽ പ്രധാനമായും. 2013 വിജ്ഞാപന പ്രകാരം 14 ജില്ലകളിലുമായി 41,433 പേരെയാണ് ഉൾപ്പെടുത്തിയത്. ഇത് 2016 ആയപ്പോഴേക്കും 36,783 ആളുകളായി കുറഞ്ഞു. എന്നാൽ 2019 ആയപ്പോഴേക്കും ഏതാണ്ട് 13,265 പേർ കുറഞ്ഞ് 23,518 പേരെ മാത്രമാണ് 14 ജില്ലകളിലുമായി ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2013 അപേക്ഷിച്ച് 2019 ആയപ്പോഴേക്കും തന്നെ ഏതാണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ആളുകളുടെ എണ്ണം പകുതിയോളമായി കുറഞ്ഞു എന്നുള്ളൊരു വസ്തുത കൂടി മുന്നിൽ നിൽക്കുന്നു. ഇനി ഈ വരുന്ന ലിസ്റ്റിലും സ്ഥാനം പിടിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഉൾപ്പെടുക എന്നുള്ളത് കുറച്ച് കാര്യമായിട്ട് പഠിച്ച് ലിസ്റ്റിൻ്റെ മുകളിൽ തന്നെ വന്ന് നിയമനം നേടുക എന്നുള്ളതൊക്കെ നമ്മളുടെ ഭാഗത്തുനിന്നുള്ള കോൺട്രിബ്യൂഷൻ വളരെയധികം ആവശ്യപ്പെടുന്ന ഒരു ഘടകമാണ്. 2016 ലിസ്റ്റിൽ ഏതാണ്ട് 7ഓളം ജില്ലകളിൽ 1000-ലധികം ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലൊക്കെ 1000-ലധികം ആളുകൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടപ്പോൾ 2019 ലിസ്റ്റിലെത്തിയപ്പോഴേക്കും തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ മാത്രമാണ് 1000-ലധികം ആളുകളെ ലിസ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തൽ മാത്രമല്ല, എത്രത്തോളം ഒഴിവുകൾ വരുന്നുണ്ട്, ഈ ലിസ്റ്റിൽ എത്ര ആളുകളെ ജോലിക്കെടുത്തു എന്നൊക്കെ നോക്കിയിട്ടാണ് അടുത്ത റാങ്ക് ലിസ്റ്റിൽ എത്രത്തോളം ആളുകളെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് PSC എത്തുന്നത്. കട്ട് ഓഫ് മാർക്കും ഒരു വലിയ ഘടകമാണ്. കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയിലേക്ക് എത്ര ആളുകളെ വേണം എന്നുള്ളതിൻ്റെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ആളിൽ നിന്ന് താഴേക്ക് 500 പേരെയാണെങ്കിൽ ആദ്യത്തെ 500 പേരെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. മെയിൻ ലിസ്റ്റിൻ്റെ കാര്യമാണ്. ഇതിന് ആനുപാതികമായിട്ട് സപ്ലിമെൻ്ററി ലിസ്റ്റുകളും വരാറുണ്ട്. സംവരണ വിഭാഗക്കാർക്കുള്ളത്, EWS സംവരണത്തിനുള്ളത്,
ഭിന്നശേഷിക്കാർക്കുള്ളത്. അതൊക്കെ ആനുപാതികമായിട്ട് സപ്ലിമെൻ്ററി ലിസ്റ്റുകളും പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇതൊക്കെ കട്ട് ഓഫ് മാർക്കിന് താഴെ വരുന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്തരം സപ്ലിമെൻ്ററി ലിസ്റ്റുകൾ ഉണ്ടാവാറ്. 49 മുതൽ 55.33 വരെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ വിവിധ ജില്ലകളിലെ കട്ട് ഓഫ് മാർക്ക്. അത് പ്രിലിംസ് മെയിൻസ് പരീക്ഷയ്ക്ക് നടന്ന് മെയിൻസ് പരീക്ഷ കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനു മുൻ വർഷങ്ങളിൽ അത്ര ഒരു ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്കിൻ്റെ റേഞ്ച് വല്ലാതെ വ്യത്യാസം ഉണ്ടായിരുന്നു. 48.33 മുതൽ 76.33 വരെയായിരുന്നു 2016 വിജ്ഞാപനം പ്രകാരം ഉണ്ടായിരുന്ന കട്ട് ഓഫ് മാർക്ക്. പിന്നെ അത് മാത്രമല്ല, ഉയർന്ന യോഗ്യതയുള്ള ആളുകളൊക്കെ ഇപ്രാവശ്യം ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്കിൻ്റെ കാര്യത്തിലും ചിലപ്പോൾ ഇപ്രാവശ്യവും ഉയരാൻ സാധ്യതയുണ്ട്. പരീക്ഷാ സമയം 1.5 മണിക്കൂറായി വർദ്ധിപ്പിച്ചു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കൃത്യമായ സിലബസിന് ഉള്ളിൽ നിന്നാണ് PSC ചോദിക്കുന്നത് എന്നൊക്കെ പറയാമെങ്കിൽ കൂടി വളരെ വിശാലമായൊരു സിലബസാണ് നമുക്ക് തരുന്നത് എന്നുള്ളതുകൊണ്ട് ഏതു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. പുതിയ ട്രെൻഡിനനുസരിച്ച് വിശകലന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. 10ാം ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത എന്നുള്ളത് കൊണ്ട് ആർക്കും ഉത്തരം എഴുതാൻ കഴിയാവുന്ന കുറച്ച് ചോദ്യങ്ങളും റാങ്ക് ജേതാക്കളെ തീരുമാനിക്കുന്ന ഒരു 10-15ഓളം ചോദ്യങ്ങളും ആവറേജുകാർക്കുള്ള ഒരു 50-ഓളം ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഒന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ, 1.5 മണിക്കൂറാണ് പരീക്ഷാ സമയം എന്നുള്ളത്. സിലബസിനെ കുറിച്ച് അന്തിമമായിട്ടുള്ളൊരു തീരുമാനമായിട്ടില്ല. അടുത്ത 1-2 മാസത്തിനുള്ളിൽ തന്നെ പരീക്ഷാ തീയതിയെക്കുറിച്ചും സിലബസിനെക്കുറിച്ചുമുള്ള വിശദമായ വിവരങ്ങൾ PSC പ്രസിദ്ധീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ജില്ലകളിലെ കണക്കുകളിലേക്കൊന്ന് പോവാം. 2019 വിജ്ഞാപന പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ 2596 ആളുകളാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. കട്ട് ഓഫ് മാർക്ക് 52.67 ആയിരുന്നു. എന്നാൽ 2016 3759 പേർ ഉൾപ്പെട്ടപ്പോൾ 2013 വിജ്ഞാപനം 5659 പേരെയാണ് ഉൾക്കൊള്ളിച്ചത്. ഏതാണ്ട് പകുതിയോളമായി ചുരുങ്ങി എന്ന് പറയുന്ന സ്ഥിതിവിശേഷം തന്നെയാണ് ഇവിടെയൊക്കെ കാണുന്നത്. 2016 76.33 കട്ട് ഓഫ് വന്നപ്പോൾ 2013 66.33 ആയിരുന്നു തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ്. കൊല്ലം ജില്ല 1602 പേരെയാണ് 2019 വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയത്. 54.67 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക്. 2016 2403 പേരെയും 2013 3022 പേരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. 2016 കട്ട് ഓഫ് മാർക്ക് 68ഉം 2013 64.33 ആയിരുന്നു കൊല്ലം ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക്. പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നാൽ 2019 1132 പേരെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അവരെ കട്ട് ഓഫ് മാർക്ക് 52 ആയിരുന്നു. 2016 വിജ്ഞാപനത്തിലേക്ക് എത്തിയപ്പോൾ 1770 പേരെയാണ് ഉൾപ്പെടുത്തിയത്. 2405 പേരാണ് 2013 വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയത്. പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് 2016 48.33ഉം 2013 48ഉം ആയിരുന്നു. ആലപ്പുഴ ജില്ലയുടെ കാര്യമെടുക്കുമ്പോൾ 1390 പേരാണ് 2019 ഉൾപ്പെട്ടത്. 2016 2128 പേരും 2281 പേർ 2013 വിജ്ഞാപനത്തിലും ഉൾപ്പെട്ടു. ആലപ്പുഴ ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് 2019 48.67ഉം 2016 71ഉം 2013 61.33 ആയിരുന്നു. അപേക്ഷകരുടെ എണ്ണം, ക്വസ്റ്റ്യൻ്റെ നിലവാരം ഇതൊക്കെ നോക്കിയിട്ടാണ് കട്ട് ഓഫ് മാർക്ക് വരുന്നത്. കോട്ടയം ജില്ലയിൽ 2019 1686 പേരെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. 2093 ആളുകളെ 2016 വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയപ്പോൾ 2941 പേരെയാണ് 2013 വിജ്ഞാപനത്തിൽ ഉൾക്കൊള്ളിച്ചത്. കോട്ടയം ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് 2019 54.67ഉം 2016 65.33ഉം 2013 61ഉം ആയിരുന്നു. ഇടുക്കി ജില്ലയിൽ 2019 1162 പേരെ ഉൾക്കൊള്ളിച്ചപ്പോൾ 2016 1890 പേരെയും 2013 1845 പേരെയുമാണ് ഉൾക്കൊള്ളിച്ചത്. ഇടുക്കി ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് 2019 49ഉം 2016 72.67ഉം 2013 58ഉം ആയിരുന്നു. എറണാകുളം ജില്ലയുടെ കണക്കുകളിലേക്ക് വരുമ്പോൾ 2013 3971 പേരെയും 2016 3878 പേരെയും
2019 2308 പേരെയുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കട്ട് ഓഫ് മാർക്ക് 2013 60, 16 52, 19 53 ആയിരുന്നു എറണാകുളം ജില്ലയുടേത്. തൃശ്ശൂർ ജില്ലയുടെ കണക്കിലേക്ക് വരുമ്പോൾ 2013 3523 പേരെയും 2016 3572 പേരെയും 2019 2080 പേരെയുമാണ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചത്. കട്ട് ഓഫ് മാർക്ക് 2013 63, 16 69, 2019 55.33 ആയിരുന്നു. പാലക്കാട് ജില്ലയുടെ കണക്കുകളിലേക്ക് വരുമ്പോൾ 2013 3156 പേരെ ഉൾക്കൊള്ളിച്ചപ്പോൾ 2016 2938 പേരും 2019 1886 പേരെയുമാണ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കുന്നത്. കട്ട് ഓഫ് മാർക്ക് എല്ലാ വർഷവും കുറവായിരുന്നു. 58.67 2013, 2016 49, 2019 54 എന്നിങ്ങനെയായിരുന്നു. മലപ്പുറം ജില്ലയുടേത് 2012 പേരെയാണ് 2019 ഉൾക്കൊള്ളിച്ചത്. 2016 ഇത് 3305, 2013 3562 ആയിരുന്നു. കട്ട് ഓഫ് മാർക്ക് വരുന്നത് 2013 62, 2016 71.78, 2019 53 ആയിരുന്നു. കോഴിക്കോട് ജില്ലയുടെ കണക്ക് 2019 1979, 16 3425, 13 3020 എന്നിങ്ങനെയായിരുന്നു ആളുകളെ ഉൾക്കൊള്ളിച്ചത്. കോഴിക്കോട് ജില്ലയുടെ കട്ട് ഓഫ് മാർക്കിലേക്ക് വരുമ്പോൾ 2013 47, 2016 76.33, 2019 54.33 വയനാട് ജില്ല ഏറ്റവും കുറവ് ആളുകളെ ഉൾക്കൊള്ളിച്ച ജില്ലയാണ്. 2019 678 പേരെയും 2016 1172 പേരെയും 2013 1549 പേരെയുമാണ് ലിസ്റ്റുകൾ ഉൾക്കൊള്ളിക്കുന്നത്. വയനാടിൻ്റെ കട്ട് ഓഫ് മാർക്ക് 49.67 2013, 16 62.67 ആണ്, 19 50.67 കണ്ണൂരിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2923 പേർ 2013, 2016 2875 പേരെയും 2019 1943 പേരെയുമാണ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കുന്നത്. കട്ട് ഓഫ് മാർക്ക് വരുന്നത് 52.67 2013, 2016 51.33, 2019 55.33 എന്നിങ്ങനെയാണ്. ഇനി അവസാനമായി കാസർഗോഡ് ജില്ലയുടെ കണക്കിലേക്ക് പോകുമ്പോൾ 1576 പേരെയാണ് 2013 ഉൾക്കൊള്ളിച്ചത്. 2016 1575 പേരെ ഉൾക്കൊള്ളിച്ചപ്പോൾ 2019 1064 പേരെയാണ് ഉൾക്കൊള്ളിച്ചത്. കട്ട് ഓഫ് മാർക്കിൻ്റെ കാര്യം 2013 48, 16 66, 19 51.33 എന്നിങ്ങനെയായിരുന്നു. അപ്പോൾ കട്ട് ഓഫ് മാർക്കിനെ നമ്മൾ കാര്യമായി വിലയിരുത്തുന്നതിനേക്കാൾ കൂടുതൽ എത്രത്തോളം അപേക്ഷകരുണ്ടായിരുന്നു, എത്ര ആളുകൾക്ക് നിയമനം ലഭിച്ചു എന്നുള്ള കണക്കുകളിലേക്ക് കുറച്ചും കൂടി പോകണം. കട്ട് ഓഫ് മാർക്ക് ചോദ്യത്തിൻ്റെ നിലവാരവും പരീക്ഷ എഴുതുന്നതിൻ്റെ നിലവാരവും ഒക്കെ ആശ്രയിച്ചാണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് കഴിഞ്ഞ 3 വർഷത്തിലെയും LD ക്ലർക്ക് പരീക്ഷയെ ആസ്പദമാക്കിയുള്ള നമ്മുടെ ഒരു വിലയിരുത്തൽ. പകുതിയോളം ആളുകൾ അപേക്ഷ അയച്ചു കഴിഞ്ഞു. 2024 ജനുവരി 3 വരെ അപേക്ഷ അയക്കാം. ബാക്കിയുള്ളവർ കൃത്യമായി നോക്കി ഏത് ജില്ലയാണെന്ന് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ അപേക്ഷിക്കുക. അതോടൊപ്പം തന്നെ LGSൻ്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. LGSനെ കുറിച്ചുള്ള വിശദമായ വീഡിയോകൾ ഉടൻ തന്നെ തയ്യാറാക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി.